വിൻഡോ വീടിനകത്ത് വന്ന് പറഞ്ഞു ഒരു ഇയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് റസൽ പൂക്കുട്ടിയുടെ വൈഫാണ്. നിലവിൽ ഇവർ തന്നെയാണ് കേട്ടോ വൈഫും കാര്യങ്ങളൊക്കെ. ഇവർക്കിപ്പോൾ ക്യാൻസറാണ്. ആ ചേച്ചിക്ക് ഇപ്പോൾ ക്യാൻസറാണ്. 2 കുട്ടികളും ഉണ്ട്. അറിയാലോ റസൽ പൂക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു അഭിമാനമാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നി ഞാൻ 8-ലോ 9-ലോ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ റഹ്മാനും ഒക്കെ കിട്ടിയത്. ഓക്കെ, ഇപ്പം ഒരുത്തി വന്നിട്ട് പുള്ളിയുടെ ജീവിതം തന്നെ അങ്ങ് കോഞ്ഞാട്ടയാക്കി എന്നങ്ങ് പറയാം. അല്ല, പുള്ളിയുടെ ഭാഗത്തും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വർണ്ണിക്കാനോ നിർണ്ണിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. എന്തായാലും സജന ഫിറോസിനെ അറിയാത്തവരാരും ഇല്ല. നമ്മുടെ ബിഗ് ബോസ് താരമാണ് സജന ഫിറോസ്. പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഈ അടുത്ത സമയത്ത് ഫിറോസ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴും ഫിറോസിന് ഇന്ന കൊച്ചുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്ന് പറയുകയൊക്കെ ചെയ്ത് ആ കൊച്ചിന് പ്രായപൂർത്തിയായിട്ടില്ല, ആ പെൺകുട്ടിക്ക് നീതിക്ക് വേണ്ടി സജിനെ ഇറങ്ങി തിരിക്കും, അങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഫിറോസിന്റെ നേരത്തെ ഒരു അതെന്താ ഊഹിച്ചെടുത്തു. അവരെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദേ കിടക്കുന്ന രാത്രി എന്നെ കോൾ ചെയ്യുന്നു. എൻ്റെ പൊന്നുമോനെ എന്തിനാ ഈ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? ഒരു സ്റ്റൈലി പറയുമല്ലോ, വായി കിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് മുൻകൂട്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ കോൾ അങ്ങോട്ട് വിളിച്ച് ഞാൻ നിങ്ങൾ എന്ത് തേങ്ങയാ പറയുന്നത്, അതിന്റെ വോയിസ് ഞാൻ ഇട്ട് എന്ത് വിവരക്കട നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പേരോ കാര്യങ്ങളൊന്നും ഒരിടത്ത് പോലും വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഫിറോസിന്റെ അടുത്ത് വേറെ കഥ പറയുന്നു, ഇപ്പുറത്ത് വേറെ കഥ പറയുന്നു. എല്ലാം പണി കൊടുക്കുന്ന ആരാ? നമ്മുടെ ചേച്ചി സജനയാണ്. ഞാൻ അവരെ പച്ചക്കാട്ടി അങ്ങ് വിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങ് ദേഷ്യം കൂടെ വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ കുറേ അങ്ങ് പറഞ്ഞു, ഞാൻ പണി നോക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു വിഷയങ്ങൾ പിന്നെ അങ്ങോട്ട് സോഷ്യൽ മീഡിയ ചർച്ചയായിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സജിനയ്ക്കൊരു കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൂക്കുട്ടിയാണ് ഒരു കാറൊക്കെ കൊടുത്തു. ആ കാർ ഡെലിവറി ചെയ്ത പയ്യന് 1 ലക്ഷം 2 ലക്ഷം രൂപ കൂടെ ഇവർ കൊടുക്കാൻ പറ്റും. ഇവർ കൊടുത്തില്ല. അവനെന്തെടുത്ത് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോകാൻ ചെയ്തു. അതിന് ഇവരെന്തെടുത്ത് അവനെ പൂട്ടിക്കാൻ വേണ്ടി ഈ പറയുന്ന സജിനയും പൂക്കുട്ടിയും കൂടെ ചേർന്ന് കൊണ്ട് കേസും കൊടുത്തു. അതിനകത്ത് സ്വർണ്ണം ഇരിപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങാണ്ട് ഇത്ര ഭാഗത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു, അതും കൂടെ മിസ്സായി എന്നുള്ള രീതിയിൽ അവന്റെ പേര് കേസ് കൊടുത്ത ഒരു മലപ്പുറംകാരൻ ചെറുക്കനാണ്. അവന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. ഒരു തെറ്റ് ചെയ്യാത്ത അവന്റെ പേര് കൊണ്ട് കേസ് കാര്യങ്ങൾ ഇവർ കൊടുത്തു. അതുപോലെ അവനെ പൂട്ടിക്കാൻ നോക്കി. അവന് വേണ്ടി സായിച്ചേട്ടൻ, അതായത് സീക്രട്ട് ഏജന്റ് വധിച്ചെന്ന് പറയും ഈ പറയുന്ന പൂക്കുട്ടിയാണെങ്കിലും ഈ പറയുന്ന സജന ചേച്ചിയാണെങ്കിലും പോലും. കാരണം അതുപോലത്തെ കള്ളങ്ങളാണ് ഓരോ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരുന്നത്, പുറത്ത് വിട്ടുകൊണ്ട് വരുന്നത്. ഓക്കെ, അതിന്റെ പല തലം അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി ഈ അടുത്ത സമയത്ത് ഒരു ലൈവിൽ വന്നിട്ട് ഇതാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇപ്പൊ ചാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ലൈവിൽ പറഞ്ഞ് ആ ലൈവ് പെട്ടെന്ന് പോയി. അത് ഒരു സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചയായി. ഈ പറഞ്ഞ സജന റസൽ പൂക്കുട്ടിയെ വിളിച്ചുകൊണ്ട് ലൈവിൽ കിടന്ന് ഇങ്ങനെ വലിക്കുക പുള്ളിയെ കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇന്നലെ തന്നെ വീണ്ടും ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 9 മാസം പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. കാരണം ഒന്നെങ്കിൽ അയാൾ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വഴി കാണത്തില്ല. ഞാൻ അറിഞ്ഞ എന്താണെന്ന് വെച്ചാൽ 3-4 കോടി രൂപയോളം ഇവർ ചോദിച്ചിട്ടുണ്ട്. പൂക്കുട്ടി പോയാലും അവർക്ക് വിഷയമല്ല, 3-4 കോടി രൂപ അവർക്ക് കിട്ടണം. കണ്ടില്ലേ, ഇന്നലെ അവർ ധൈര്യമായിട്ട് ആ പോസ്റ്റ് എടുത്താൽ കിട്ടുക. ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതാണ്ട് ഇന്നലെ ഇത് അതിൽ റെക്കോർഡ് ചെയ്തേ കേട്ടോ. ആ പോസ്റ്റിന്റെ സീക്രട്ട് ഏജന്റ് വന്നിട്ട് കൺഗ്രാജുലേഷൻസ് ഇട്ടിട്ടുണ്ട്. പുള്ളിയാക്കിയതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും കാണാം. അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരെല്ലാവരും പൂക്കുറ്റി പൂത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് എന്താണ് ഈ പോസ്റ്റ് അവിടെ പോയി? ഓക്കെ, ഒരു മിനിറ്റ്. ഇതാണ് പോസ്റ്റ്. കണ്ട, ഇതാണ് പോസ്റ്റ്. കണ്ടല്ലോ, മാഷാ അല്ലാ, ഇതാണ് പോസ്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ആളാരാ മോളെന്ന് ഇപ്പൊ ഏകദേശം ഉള്ളവർക്ക് മനസ്സിലായി കാണും. ഒഫീഷ്യലി ഇവർ കല്യാണമോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇവരുടെ എന്തോ പ്രശ്നം വന്ന സമയത്ത് ഇന്നലെ ഞാൻ വല്ല വഴക്ക് ഇട്ടപ്പോഴായിരിക്കാം ഇവിടെ ചിലപ്പോൾ ഇതിട്ടത്. അതുപോലെ തന്നെ നീലക്കുയിൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഒരു ലൈവിൽ ഇവള് വന്നത്. ഇവള് ലൈവിൽ വന്നതിന് ശേഷം ആ ലൈവ് ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് ഇവള് 8,000-9,000 രൂപ കൊടുത്തിട്ട് അങ്ങോട്ട് നീലക്കുയിലിന്റെ പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് പോസ്റ്റ് ഇടിപ്പിക്കുക അങ്ങോട്ട് ചെയ്തെന്നാണ് പറയുന്നത്. സജന ഫിറോസ് ഇത്ര വർഷത്തെ പ്രണയം എന്നുള്ള രീതിയിൽ. എന്നിട്ട് അത് പിന്നെ ഡിലീറ്റ് ചെയ്തു അതിന് അങ്ങോട്ട് പൈസ കൊടുത്തെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, അവിടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ അവൾ ഈ ഒരു പരിപാടി കാണിച്ചപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ഒരു കാര്യം ഞാൻ പറയാം സജന, നിങ്ങളെ നാർത്തുള്ളൂ. ഇതിപ്പോ ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി എന്നുള്ള രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫിറോസ് പറഞ്ഞതാണ് ശരി എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിലോട്ട് വരുന്നുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് അയാളെ പിന്നെ ഇച്ചിരി എടുത്ത് കേട്ടവും സംസാരവും കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഭയങ്കര ഇതാണ്, ടോക്സിക് പേഴ്സൺ ആയിട്ട് നമ്മൾ കൂട്ടത്തുള്ളൂ. പുള്ളിയുടെ സംസാര രീതികളൊക്കെ കണ്ടാല. പക്ഷെ ഈ കേസ് കെട്ടി പുള്ളി ജെനുവനാണ്. ഇവരുള്ള സമയത്താണ് അങ്ങനെ വേറെ റിലേഷന് ഒന്നും പോയിട്ടില്ല.
ഇവരുള്ള സമയത്ത് ഇവരുടെ കൂടെ തന്നെയാണ് നിന്നത്. അതിന് ശേഷമാണ് അയാൾ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. 17 വയസ്സിൽ പോയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. 17, 18, 15 പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവനതിനുള്ള ശിക്ഷയും കാര്യങ്ങളും അനുഭവിക്കണം. അത് ഏതാ കൊച്ചെന്ന് വെച്ചാൽ അവളെ രംഗത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യണം. അത് വേറെ കാര്യങ്ങൾ. ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ചേച്ചി കഞ്ചാവ് കേസ് കെട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ബിഗ് ബോസിലെ. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചി തന്നെ പ്രൂവ് ചെയ്യാൻ നോക്കും. ചേച്ചി വന്ന് പറയുന്നതല്ലേ. ചേച്ചി പറയുന്ന എല്ലാം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ പൂക്കുട്ടിയുടെ 3 കോടി രൂപയാണ് ചോദിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 1, 2, 3. അപ്പം ഇവർക്ക് സ്നേഹമാണോ അതോ വേറെ വല്ലതാണോ, പൈസയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് ഹണി ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പൂട്ടാൻ പറ്റിയ ഒരു അവസരം കള്ള എന്തായാലും ഒരു നടക്കി പോകാൻ നോക്കുന്നില്ല. പൂക്കുട്ടിയുടെ ഒരു പഴയൊരു വീഡിയോ വെച്ച് തരാം. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, അല്ലെങ്കിൽ അവരെ ഇതുവരെ ശാസിക്കണം. ഒരു മിനിറ്റ്. പറ. എന്താണ് അവരോട് പറയേണ്ടത് ഓരോ ലെവലിൽ കഴിഞ്ഞു പോകും. അപ്പൊ വീട്ടിൽ ഒരു മുതിർന്ന ആളില്ലാത്തതിന്റെ ഒരു കുഴപ്പം നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ആ കുട്ടികൾക്ക് അവരുടെ മുത്തച്ഛനോ ഉണ്ടെങ്കിൽ അവര് നമ്മളോട് ഷെയർ ചെയ്ത കാര്യം പക്ഷെ അവരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും അവര് നമ്മളെക്കാൾ പ്രായമുള്ളത് കൊണ്ടും അനുഭവ സമ്പത്തുള്ളത് കൊണ്ടും അവര് പ്രത്യേകമായി അവരെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും അതില്ലാത്തതൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പല സമയങ്ങളിലും എസ്പെഷ്യലി നമ്മൾ കോവിഡ് ഒക്കെ ഉണ്ടായപ്പോഴും മോൻ 10ാം ക്ലാസ് പഠിക്കുന്നു, വീട്ടിലിരിക്കുകയാണ്, ഡിവൈസിലിരിക്കുകയാണ്, 2 വർഷത്തോളം അങ്ങനെ പോയി. അവൻ കോവിഡ് ബാച്ച് എക്സാം എഴുതിയിട്ടില്ല 10ൽ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ഇവിടെ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുക എന്നുള്ളത്. അതെ. നിങ്ങളുടെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരുത്തി വന്നിട്ട് ഇവർ തോന്നിയാസം കാണിച്ചത്. സാറിനെ പോലെ ആൾക്കാർക്കൊക്കെ ഞാനൊരു കാര്യം പറയാം. ഈ പുറമെ നടക്കുന്ന മാത്രമേ ഉള്ളൂ. ലോക വിവരം കെട്ട ടീമുകളൊക്കെ ആയിപ്പോയി. അത് നിങ്ങളെ പറഞ്ഞിട്ടേ ഉള്ളു കാര്യം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? പുള്ളിക്കാരൻ കാറ് കൊടുത്തത് ഞാൻ ഈ അടുത്ത സമയത്ത് അതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് ചെയ്തതാണ്. ഇപ്പൊ ആൾക്കാർക്ക് ഈ പറയുന്ന പൂക്കുട്ടിയുടെ ഉള്ള വില ആൾക്കാർക്ക് ഒരു വിലയില്ല. ഇദ്ദേഹത്തിന് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ, ഒരു വിലയും കൊടുക്കുന്നില്ല. കാരണം ഇത്രയും വലിയൊരു മഹാൻ ഈ ഒരു പരിപാടി കാണിച്ചല്ലോ, അതും ഭാര്യയ്ക്ക് ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്ന് ഇതൊക്കെ കാണിച്ചു കൂട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ഇനി സോഷ്യൽ മീഡിയ വരാൻ പോലെ അങ്ങനെ ആയി. ഇനി വരാനൊന്നുമില്ല. ഇനി പുള്ളിക്കാരി ആ ഒരു പോസ്റ്റും കൂടെ ഇടുമ്പോൾ അത് എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അത്യാവശ്യം ഇത് കറങ്ങും. ആ രീതി പോവത്. വിൻഡോവിനകത്ത് വന്ന് പറഞ്ഞു, ഒരു ഇയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു എന്തോ ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് 2.5 വർഷം കഴിഞ്ഞിട്ട് ഉള്ളൂ. 2.25 വർഷമായിട്ടേ ഉള്ളത് ആ വീഡിയോ വന്നിട്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് തരണം. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയാണ്. ഞങ്ങളിപ്പം അത് പക്ഷേ പൂച്ചം സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. അത് പല വേറെ രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം മീഡിയയിൽ വന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യമായിട്ടൊരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന തെറ്റ് ആദ്യമായിട്ടൊരു ചിന്തിച്ചാൽ മതി. പറയുന്ന അവരെന്റെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഞാനും പുള്ളിയായിട്ട് നമ്മൾ പൊങ്ങിച്ചതോട് പറയും, ഈ പുള്ളിക്കാരനെ ഇത്ര വർഷമായിട്ടേക്ക് പരിചയമാണ്, ഇത്ര വർഷമാണ് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമോ 5 വർഷമോ 10 വർഷം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി 10 വിളിച്ചുകൊണ്ട് ആൾക്കാരെടുത്ത് പറയല്ലേ ദേവി ഇത്. ഇതിനകത്ത് പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം പറഞ്ഞു കാണുമായിരിക്കും. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്നു. ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. സാർ എന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ 2 പേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലും പുള്ളിക്കാരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെയിൽ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സ്ക്രീനിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇന്ത്യയുടെ അല്ല, എയർ ഇന്ത്യയോ എയർ എക്സ്പ്രസോ അതിൻ്റെ നല്ലൊരു എയറോട്ടെല്ലാം പറഞ്ഞു പോകുന്നത്. എനിക്ക് ഒറ്റ എന്ന് പറഞ്ഞ മൂവിയുടെ അവിടെ വെച്ചിട്ടാണ് ചേച്ചിയും ഈ പറഞ്ഞ പൂക്കുട്ടിയും തമ്മിലായിട്ടുള്ള ബന്ധം കാര്യങ്ങളെന്നാണ് ചേച്ചി ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 4 വർഷത്തെ കണക്കും കാര്യങ്ങളൊന്നും അല്ല. എന്തായാലും എൻ്റെ പൊന്നും പോലെ നീ ആ ഒരു പരിപാടിക്ക് പോയല്ലോ. ഫിറോസുമായിട്ട് ഡിവോഴ്സ് ആവാനുള്ള മെയിൻ റീസൺ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു. അന്ന് പിന്നെ ഒരു മ്യൂച്വൽ അവർ പോയി. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ അടുത്ത സമയത്ത് സജന വന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മ അപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള രീതി കുഞ്ഞുങ്ങൾ പറഞ്ഞത്. ഇപ്പം സജനയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഈ സജനയുടെ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ ആ കുഞ്ഞിനൊരു ബോധം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ള രീതി അവൻ ചിന്തിക്കും. അതൊന്നും സജനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സജന കാണിക്കുന്ന ഓരോ എടുത്തുചാട്ടമുണ്ട്. ഇവർക്ക് എടുത്തുചാട്ടം, ഇവർക്കെല്ലാം അപ്പം വേണം എന്നുള്ള കുറച്ച് അഹങ്കാരമുണ്ട്. അതിന്റെ ഫലമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം. കഴിഞ്ഞിട്ടാണ് തീരുമായിട്ടാണ് ഓരോ കാര്യം, ഇവരുടെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിന് ഇവരെ ഞാൻ ഇതാക്കണം? എന്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലോ? ഞാൻ വരുന്നു
അറിയണമെന്നോ ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ അതൊക്കെ തെളിയിക്കണം മോളെ, അതൊക്കെ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ അവന് ജീവപര്യന്തരം ശിക്ഷ മേടിച്ചു കൊടുക്കണം, അതിനെ ഇറങ്ങിത്തിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? അതല്ലേ വേണ്ടത്. ഓക്കെ, നിങ്ങളല്ലേ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ പുറത്തു വിട്ടത് പോലീസിനെ ഏൽപ്പിക്കാൻ നോക്ക്. പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എന്റെ റിക്വസ്റ്റ് ആണ്. ഇതാ എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എന്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റി പോയതാ. ഇതാ ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എന്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എന്റെ മകളെ പോലെ ഞാൻ ഓക്കെ. എന്തായാലും ചേച്ചിയുടെ നാടകവും കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക്. അത് മതി ചേച്ചി. ഇതിന് കുറച്ചൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇച്ചിരി ഓവറാവുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടിയെന്ന് തന്നെ പറയാം. ഇത് ഹണി ട്രാപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എവിടെയും ഒരു കല്യാണമോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇവരെന്തിനാ ഒരു പോസ്റ്റ് ഇട്ട് ഇവൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ അയാൾ അക്സെപ്റ്റ് ചെയ്ത് കാണത്തില്ല. അതിനുള്ള വൈരാഗ്യം അങ്ങനെ. ഇനി നമുക്ക് കണ്ടറിയാം. ഇനി ചേച്ചി ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ വന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തോ. എല്ലാവരും ഒന്ന് സബ് ചെയ്ത് വെച്ചോ. കുറച്ച് എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പുറത്തു വിടുന്നതായിരിക്കും. ബൈ ലവ് യു. ഇത് ചുമ്മാ ഒന്ന് സംസാരിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. ബൈ.